ഇടുക്കിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്. മാത്രമല്ല വാഗമണിലെ കൊക്കയിൽ വീണ് ഒരു വിനോദസഞ്ചാരി മരിച്ച വാർത്തയും ഇടുക്കി ജില്ലയിൽ നിന്ന് വരികയാണ്. രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. അത്യാഹിതങ്ങൾ ഇടുക്കിയിൽ തുടർക്കഥയാണെന്ന് എനിക്കറിയാം. ഏറ്റവും അവസാന കെടുതി എന്താണ് മഴയുടെ? ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ അതിശക്തമായ മഴ ഇടുക്കിയിൽ പരക്കെ പെയ്തിരുന്നു. പീരുമേട് അതുപോലെ തന്നെ ദേവികുളം ഈ രണ്ട് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്, ആ മഴയെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അതിനപ്പുറത്തേക്ക് ഈ ചെറു ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കല്ലാർകുട്ടി, പാമ്പള ഡാമുകളൊക്കെ പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അത് തൊടുപുഴയാറിലേക്ക് വെള്ളം ഒഴുക്കുകയും ചെയ്യുന്നുണ്ട്. തൊടുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നു. അതുപോലെ തന്നെ മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ന് ഇടുക്കി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നലെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് പെയ്ത മഴയുടെ പശ്ചാത്തലത്തിലായിരിക്കാം അത്തരത്തിലുള്ളൊരു അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് ഓറഞ്ച് അലർട്ട് മാത്രമേ ഉള്ളതാനും. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. അത് ആശ്വാസകരമായ കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഇടുക്കിയും വാഗമൺ റോഡിൽ, അതായത് കാഞ്ഞാർ വാഗമൺ റോഡിലാണ് ഇന്നലെ ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്ത് നിന്ന് വിനോദസഞ്ചാരത്തിന് പോയ സംഘത്തിൽപ്പെട്ട തോബിയാസ് എന്ന് പറയുന്ന ആളാണ് ഈ ചാത്തൻപാറ എന്ന പ്രദേശത്ത് വെച്ച് 200 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വീണത്. പിന്നീട് ഏറെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടി കൊക്കയിലേക്ക് വീഴുന്നു. പിന്നീട് മൂലമറ്റത്ത് നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തുന്നു. എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കനത്ത മൂടൽമഞ്ഞും മഴയും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പിന്നീട് തൊടുപുഴയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തുകയും 4 പേരടങ്ങുന്ന ഒരു ടീം ഈ കൊക്കയിലേക്ക് ഇറങ്ങി വടം കെട്ടി ഈ തോബിയാസിനെ പുറത്തേക്ക് എത്തിക്കുകയുമായിരുന്നു. അവിടെ നിന്ന് തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഈ തോബിയാസിന്റെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്ന. ഓക്കെ, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഈ ജാഗ്രത ഒരുപാട് പാലിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് പഴകിയ മരത്തിൻ്റെ കീഴിലൊക്കെ വണ്ടി കൊണ്ടിടുക, അതിൻ്റെ കീഴിലൂടെയൊക്കെ സഞ്ചരിക്കുക, ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം മരം കടപുഴകി വീണും